പിന്നെ പക്ഷേ നമ്മളിപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന ഓയിൽ ആൻഡ് ഗ്യാസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെ ബാധിക്കുന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു കരിയർ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് കരിയറിനെയൊക്കെ എങ്ങനെ ബാധിക്കാം, മറ്റ് കരിയറിനെയൊക്കെ എങ്ങനെ ഇത് ബാധിക്കാം എന്നുള്ള കാര്യങ്ങൾ മാസ്റ്ററുടെ അഭിപ്രായം എന്താ? അല്ല, യുദ്ധമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഒരു +2 കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എബ്രോഡ് പോകുന്ന കുട്ടികൾക്ക് അവരെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഡയറക്റ്റ് ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തു പോയ കുട്ടികൾക്ക് ഇപ്പം ഡോളറിന്റെ വിനിമയ നിരക്ക് 90 സംതിങ് ആയിട്ടുണ്ട്. 70-80 കിടന്നപ്പോൾ പോയ കുട്ടികൾ ഏകദേശം ഒരു 3-4-5 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണമെന്ന സാഹചര്യം വന്നു. ലോൺ എടുത്ത് പോയ കുട്ടികൾക്ക് അതൊരു പ്രശ്നമാണ്. അപ്പം നിലവില് ഇപ്പം കുറെ ഏജൻസിക്കാരെ ഇത് മുൻകൂട്ടി കണ്ടിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെന്റ് ഫോഴ്സ്ഫുള്ളി മേടിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടക്കുന്നതായിട്ട് അറിയുന്നു. അപ്പം +2 കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് എബ്രോഡ് സ്റ്റഡീസ് പോകാൻ നിൽക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിലവിലെ പാൻഡമിക് സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യുക. അത് ഏത് രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്കിപ്പോഴും നിലവിൽ യാതൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. ഇവൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം, ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നിലവിൽ ലോൺ എടുത്ത് പോകാൻ, റെഡി ക്യാഷ് റെഡി പേയ്മെന്റ് കൊടുക്കുന്ന ഒരാൾക്ക് പ്രശ്നമില്ല. ലോൺ എടുത്ത് പോകാൻ നിൽക്കുന്ന കുട്ടികൾ അവരൊന്ന് വെയിറ്റ് ചെയ്യുക. എന്താണ് നിലവിലെ സാഹചര്യം, ലോകം എങ്ങോട്ടാണ് മാറുന്നത് വെയിറ്റ് ചെയ്യുക. ആഫ്റ്റർ ഓൾ ബാക്കിയെല്ലാം നോർമലാണ്. റെഡി ക്യാഷ് കൊടുത്ത് പോകാനുള്ള ഒരു ബേർഡൻ ഇല്ല, ഒരു ലൈബിലിറ്റി എടുത്ത് വെക്കുന്നില്ല. പക്ഷേ ലൈബിലിറ്റി എടുത്ത് വെച്ചിട്ട് പോകുന്ന ഒരാൾക്ക് നാളെ എന്താണ് ഫേസ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ നാളെ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിലവിൽ ഇവിടെ തന്നെ സ്റ്റേ ഓൺ ചെയ്യുന്നതായിരിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കാരണം നല്ലതായിരിക്കും, ഉറപ്പായി. അല്ലെങ്കിൽ അത് ഒരു വലിയ റിസ്കിലോട്ടായിരിക്കും പോകുന്നത്. അത് റിസ്ക് ആണത്. അത് അവർക്ക് ഈ ഓരോ ഏജൻസിക്കാരെ എത്രയൊക്കെ വളരെ തേനും പാലും വെച്ച് പറഞ്ഞാലും അത് റിസ്ക് തന്നെ. അത് ഒഫീഷ്യലി പറയുന്ന കാര്യങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നതിന്റെ ഒരു ചുരുക്കം. ഉറപ്പായി. ഓക്കെ, താങ്ക് യു.